ഹലോ ഗൈസ്, നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇന്നൊരു കറുത്ത ഹലുവേൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്ന് വെച്ചാൽ കോഴിക്കോടൻ ഹലുവ പോലത്തെ ഹലുവ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ബെല്ല് എടുത്തിട്ടുണ്ട്. 500 ബെല്ലാണ്. ഇനി 1-2 അണി കുറഞ്ഞു ബെല്ല് ഞാൻ എടുത്തു. കുറച്ച് അണ്ടിപ്പരിപ്പ്, മൈദ 500 ആണ് എടുത്തിട്ടുള്ളത്. 500 മൈദ, ഏലക്കായ, പഞ്ചസാരയും കൂട്ടി പൊടിച്ചത്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു എള്ളു ഇട്ടിട്ടുണ്ട്. വെളുത്ത എള്ള് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ലേശം കറുത്ത എള്ളാന്ന് ഇട്ടിട്ടൊരു ടേസ്റ്റ്, എള്ളിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കെന്ത് വേണം, ഈ മൈദ എടുത്തിട്ട് നമ്മളെ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ, അതേപോലെ നമുക്ക് കുഴച്ചെടുക്കണം. എന്നിട്ടാണ് പരിപാടി. കുറേ നേരം വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഗൈസ്. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ പരിപാടി തുടങ്ങേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 500 മൈദയാണ് എടുത്തിട്ടുള്ളത്. കണ്ട, 500 എടുത്തു, ഒട്ടും ബാക്കി വെച്ചില്ല. അപ്പം നമുക്കിത് കുഴച്ച് തുടങ്ങാം. അപ്പം നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പരുവത്തിൽ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കൂടിയുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ കുഴച്ച് റെഡിയായി. കുഴച്ചിട്ടൊരിച്ചിരി പൊടി നേരം വെക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങേണ്ടത്. കണ്ടല്ലോ, കുഴച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ. അപ്പം ഞാനിതിവിടെ അടച്ച് വെക്കട്ടെ. അടച്ചു വെച്ചു. അപ്പോൾ ഗൈസ്, ഇത് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഞാനിത് എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാ കാണുന്നുണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് എടുക്കും. ഇതാ, അപ്പോൾ ഇത് ഞാൻ ഈ വെള്ളത്തിലേക്കാണ് കലക്കുന്നത്. എന്നിട്ട് കലക്കിയിട്ട് ഇതിൻ്റെ പാല് വേണം നമുക്ക് എടുക്കാൻ. മൊത്തമായിട്ട് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടിത് മൊത്തം നമുക്ക് കലക്കിയെടുക്കണം. ഇങ്ങനെ കലക്കി ഇതിൻ്റെ പാലെടുക്കണം. 2 കൈ കൊണ്ടും കൂടി പീഞ്ഞിട്ട് വേണം ഇതിൻ്റെ പാലെടുക്കാൻ. പാലെടുത്ത് 2-3 പ്രാവശ്യം ഇങ്ങനെ കലക്കി നമുക്ക് വെള്ളം എടുക്കണം. എന്നിട്ട് ഈ വെള്ളം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് കിണ്ണത്തപ്പം എന്ന് പറയുന്നത് കറുത്ത ഹലുവ ഉണ്ടാക്കാൻ. പറഞ്ഞ് പേര് മാറിപ്പോയി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ കലക്കി ഇതിൻ്റെ അകത്തെ ഈ 100 മൊത്തം നമ്മൾ എടുക്കണം. ലാസ്റ്റ് പിണ്ടി എടുക്കില്ല, പിണ്ടി മൊത്തം കളഞ്ഞ് കളയും. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഈ വെള്ളം നമ്മൾ പിണ്ടീനെ വീണ്ടും ഇങ്ങനെ എടുത്ത് ലാസ്റ്റ് ഒട്ടും ഇല്ലാത്ത വിധത്തിലാവും. ഇങ്ങനെ നമ്മളിങ്ങനെ എന്നാ പറയണ്ടത്, അങ്ങനെയാവും. അങ്ങനെ നമ്മൾ കലക്കിയെടുക്കണം. 2 കൈ കൊണ്ടും കൂടി തന്നെ കലക്കിയെടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി.
മറ്റല്ലാണ്ട് ശരിയാവില്ല. അപ്പം അങ്ങനെ എടുത്ത് പിണ്ടീനെ നമ്മൾ വേറെ ഒന്നിൻ്റെ അകത്താക്കി എന്നിട്ട് വേണം ഈ വെള്ളം ഊറ്റാൻ വെക്കണം. അപ്പം അരിച്ചെടുത്ത് എന്നിട്ട് റെഡിയാക്കി വെക്കണം. അപ്പം ഞാനിതെല്ലാം എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിഴിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ഞാൻ ചെയ്യുന്നതെല്ലാം എടുക്കുമ്പോൾ ലെങ്ത്തായി പോവില്ലേ വീഡിയോ. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ. മറിയുന്നുണ്ട്. ഒരാളിത് മുക്കി പാരാൻ വേണം. ഒറ്റക്കാവുമ്പോൾ ഇങ്ങനെ അതെല്ലാം തന്നെ. വീണ്ടും ഞാൻ അരിക്കും ഇത്. അപ്പം തൽക്കാലം ഈ പുണ്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. ഓക്കെ. വീണ്ടും ഇത് അരിച്ചരിച്ചെടുക്കണം. എനിക്കിത് മൊത്തം ഈ പിണ്ടീനൊട്ട് ഇതാറ് ഇങ്ങനെ പശ പോലെ ഉണ്ടാവും. ഇങ്ങനെ ഒന്നിനും കൊള്ളാണ്ടുള്ള പോലത്തെ വേസ്റ്റ് പോലെയാവും. ആ സമയത്ത് വേണം നമുക്ക് അതിനെ കളയാൻ. വീണ്ടും ഇതിൻ്റെ പാലെടുക്കണം പിഴിഞ്ഞിട്ട്. കുറച്ചും കൂടി ഉണ്ട് പാലെടുക്കാൻ. ഇത് കുറച്ച് അധ്വാനമുള്ള പണിയാണ്, ബാക്കി പോലെയല്ല. കറുത്ത ഹലുവ ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. അപ്പോൾ കുറച്ച് നേരത്തെ അധ്വാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ നമുക്ക് കിട്ടൂ. ഇത് അരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല. ഇതിൻ്റെ വെള്ളം അരിഞ്ഞ് ഇതിൻ്റെ നൂറ് പോലെ ആക്കി നമുക്ക് എടുക്കണം. പിന്നെ കഴിഞ്ഞ് പരിപാടി. അതുവരെയും പണി തന്നെ. അപ്പോൾ കയ്യെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും. ആരും ഒന്നും വിചാരിക്കണ്ട. ഇങ്ങനത്തെ പരിപാടിയെല്ലാം ആയതുകൊണ്ട് കൂടിപ്പോന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം ഞമണ്ടി ഇതിൻ്റെ പാലെടുത്ത് ഞെരടിയെടുത്ത് ഇതാ ഇങ്ങനത്തെ പിണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാ കണ്ട, വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. കണ്ട, ഇതേ അവസ്ഥയിൽ എല്ലാ പാലും എടുത്തു ഞാൻ. കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതും കൂടി അരിച്ചെടുക്കുന്നുണ്ടേ. ഇതാ. അപ്പോൾ ഇനി പാലൊന്നുമില്ല, ഇതിൽ മൊത്തത്തിൽ കിട്ടി. എല്ലാ പാലും ഞാൻ എടുത്തു. ഇതിൻ്റെ വേസ്റ്റാണിത്. കണ്ടല്ലോ, ഇതാ ഇങ്ങനെയാണ്, ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചിലപ്പോൾ ഇതിൽ അരിച്ച് കഴിഞ്ഞാൽ ഇനിയും കിട്ടും. ഇതാ ഇതെനി നമുക്കൊന്നിനും എടുക്കില്ല, കളഞ്ഞ് കളയേണ്ട വേസ്റ്റാണിത് സാധനം. കണ്ട. അപ്പം ഞാനിനി അതും കൂടി അരിച്ചിട്ടെടുത്ത് എല്ലാം റെഡിയാക്കട്ടെ. അപ്പം ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് വീണ്ടും. എന്നിട്ട് വേണം ഇത് ഊറാൻ വെക്കാൻ. ഊറിയതിൻ്റെ ശേഷം വേണം നമുക്ക് അതിൻ്റെ നൂറെടുത്തിട്ട് ഇത് റെഡിയാക്കാൻ. ഞാനിപ്പോൾ വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മേലത്തെ വെള്ളം ഊറ്റിയിട്ട് കളയണം. അപ്പോൾ ഇതാ ഒന്നിൽ ഞാനാക്കി. ഇനി അടുത്ത ഒന്നിലും കൂടി ആക്കട്ടെ. ഇതിലും കൂടി ആക്കാം. അപ്പോൾ രണ്ടെണ്ണത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം കഴിയൂലേ, അരിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അരിഞ്ഞ് കുറച്ച് നേരം കാത്തിരിക്കണം. ഇളക്കിയിട്ട് വയ്ക്കട്ടെ. ഇതായത് നിറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട് ഗൈസ് ഞാൻ. ഇതിൻ്റെ നൂറ് ഏകദേശം ഇതിൻ്റെ അകത്തുനിന്ന് അരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ വെച്ച് ഇനി ഇത് അരിച്ചെടുത്തിട്ട് കാണാം. നമുക്ക് അരിഞ്ഞ് വന്നിട്ട് ഊറി വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇതിൻ്റെ വേസ്റ്റാണ് ഇതെല്ലാം. കണ്ട, ഇങ്ങനെ എന്താ റബ്ബർ പോലെ കളിക്കുന്നു.
പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ തിന്നുന്നത്. അതൊന്നും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ആ വേസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ കഴുകി എടുത്താണ് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഇത് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ വെള്ളം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് കലങ്ങാണ്ട് എടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ കലങ്ങിപ്പോവും. എന്നിട്ട് വേണം അതിൻ്റെ നൂറെടുക്കാൻ. എന്നാലും കുറേശ്ശെ കലങ്ങാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് നേരവും കൂടി കാത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അരിയുന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നേരവും കൂടി വെയിറ്റ് ചെയ്താലോ നമ്മൾക്ക്? അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതാ വെല്ലം അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിക്കാൻ വെച്ച ആ സാധനവും കൂടി എടുത്തൊഴിക്കുന്നുണ്ട്. മൈദ അരിച്ച്. അപ്പോൾ ഇതാ ഒഴിക്കുന്നുണ്ട് ഗൈസ്. ഇതാ അപ്പോൾ ഇത് അരിച്ചെടുത്തതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ അത് കുറുകി വരട്ടെ. നല്ല അടിപൊളിയായിട്ട് കുറുകി വരട്ടെ. കുറേ നേരം വേണം ഇത് അരിഞ്ഞ് വരാൻ. ഇത് ഏകദേശം ആവേണ്ട പാകത്തിനായി ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് ഗൈസ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ സാധനം. വെളിച്ചെണ്ണയിലാണ് ഈ ഹലുവ തയ്യാറാക്കുന്നത്, നെയ്യിലല്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയെന്ന് വേണം ഇതാവാൻ. അപ്പോൾ ഗൈസ് എനിക്ക് വെളിച്ചെണ്ണ ലാസ്റ്റ് ജാസ്തി ആയി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കുക ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഈ വെളിച്ചെണ്ണയെന്ന് കടന്നിട്ട് വേണം നമ്മളെ ഹലുവ റെഡിയാവാൻ. ഇതന്നെ പരിപാടി. ഇനി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതാണ് ഇനിയത്തെ പരിപാടി. ഹലുവ അങ്ങനെ വെളിച്ചെണ്ണയെന്ന് റെഡിയായി വന്നോളൂ. അടിപൊളിയായിട്ട് ഇളക്കി കൊടുത്തോളൂ. ഇനി ഒന്നും നോക്കാനില്ല. അടിപൊളിയായിട്ട് ഇളക്കിക്കൊള്ളുക നമ്മളെ ഹലുവ. ഇനി നെയ്യല്ല, വെളിച്ചെണ്ണയാണ്. സാധാരണ ഞാനെല്ലാം ആക്കുമ്പോൾ നെയ്യാണ് എടുക്കൽ. ഇത് വെളിച്ചെണ്ണയിലാണ് കോഴിക്കോടൻ ഹലുവ, കറുത്ത ഹലുവയാക്കുമ്പം ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യുകയാണ്. ശരിക്ക് ശരിയാവുമോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആക്കിയിട്ട്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, ആവുമോ എന്ന് നോക്കാമല്ലോ. തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല. മീഡിയത്തിലിട്ടിട്ട് വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഞാനങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് കൊടുക്കട്ടെ ഞാൻ. പിന്നെ ഞാൻ ബദാം ഇതെല്ലാം പൊടിച്ച് വെച്ചില്ലേ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. വെളുത്തിയുള്ള എനിക്ക് കിട്ടാത്തതുകൊണ്ട് വെളുത്തിയുള്ള ഇടുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ എൻ്റെ ഹലുവകൾ തയ്യാറാവുന്നത്.
അപ്പോൾ ഗൈസ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിലാണ് ഇതിനെ ഇങ്ങനെ ആക്കി എടുക്കേണ്ടത് നമുക്ക്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയെ കടന്നിട്ട് വേണം ഇവരാവാൻ, മറ്റതുപോലെയല്ല. വെളിച്ചെണ്ണ ജാസ്തി ഒഴിക്കും. ഹലുവ ആക്കുന്നവരാണെങ്കിൽ ഇത്രയും നല്ല ഒഴിക്കും, ഒരുപാട് ഒഴിക്കും. ഞാൻ പിന്നെ നമ്മളെ ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഒഴിച്ചിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഉരുളുന്ന പാകത്തിനായിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങാം. ഇതാ കണ്ട, ഏകദേശം ഇങ്ങനെ നമ്മൾ ഉരുട്ടുമ്പോൾ നല്ല ഉരുട്ടിയിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ, ആ പാകത്തിനാണ് ആക്കണ്ടില്ലേ. പിന്നെ മൂത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സ്റ്റാൻഡ് പെട്ടെന്ന് താണു പോയി, തൊട്ടേര. അപ്പോൾ ഗൈസ് ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം. ഹലുവ റെഡിയായി ഗൈസ്. ഇതാ ഞാൻ കോരി ഇടുന്നുണ്ടേ. അപ്പാട് മുട്ടിക്കഴിഞ്ഞാൽ ഒരു പാകാവുമോ എന്നറിയില്ല. അതാണ് ഞാൻ ഉടനെ എല്ലായിടത്തും മുട്ടാത്ത്. കുറേശ്ശെ എടുത്തിട്ട് കോരി ഇടുന്നതാണ് ഗൈസ്. എന്നിട്ട് വേണം സെറ്റാക്കാൻ. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ കോഴിക്കോടൻ ഹലുവ, കറുത്ത ഹലുവ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂടാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇത് നമുക്ക് മുറിക്കാനും ആക്കാനും ഒന്നും പറ്റില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് എന്നിട്ട് വീഡിയോ എടുത്തിടുന്നതായിരിക്കും. ഇപ്പോൾ വലിയ വീഡിയോന് ഇത്രയും മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതന്നെ ഒരുപാട് സമയമായി, ഒരുപാട് ലെങ്ത്തായിട്ടുണ്ട് എൻ്റെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളത്. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് കാണാം നമുക്ക്. അതുവരേക്കും കണ്ടല്ലോ എൻ്റെ കറുത്ത ഹലുവ, കോഴിക്കോടൻ ഹലുവ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ.